ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ കരുതലോടെ പുതിയൊരു ദിവസത്തിനായി വിളിച്ചെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. എത്ര സ്നേഹനിധിയായ അപ്പന് നമ്മുടെ കർത്താവ്. ആരുടെയും സഹായം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ എഴുന്നേറ്റെങ്കിൽ അതുതന്നെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഏറ്റവും വലിയ അടയാളം. ഇതിൽ കൂടുതൽ നമ്മൾക്കൊന്നും വേണ്ട. മരണത്തിനോ ദുരിതത്തിനോ കഷ്ടതയ്ക്കോ ഒന്നും നമ്മളെ വിട്ടുകൊടുക്കാതെ ആ ദൈവം നമ്മളെ സ്നേഹത്തോടെ കരുതലോടെ ഇന്ന് എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൈവത്തോടൊപ്പം നമ്മളിന്ന് പുതിയൊരു ദിവസം തുടങ്ങുകയാണ്. ആ ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇന്ന് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപയാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി ആ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ദൈവത്തിൻ്റെ വരവ് എങ്ങനെയായിരിക്കും, ദൈവം നന്മയും തിന്മയെയും എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്നു വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. നമ്മളെ ആരെല്ലാം പീഡിപ്പിച്ചാലും, നമുക്കെന്തെല്ലാം പ്രശ്നങ്ങൾ ആര് വരുത്തിയാലും, നിങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്ന പോലെ അവസ്ഥയിലാണെങ്കിൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയം നിങ്ങൾ ഒരു പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടും. നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നീതിയുടെ ഒരു സൂര്യൻ, ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തിയുള്ള നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. നിങ്ങൾ രോഗിയാണേലും എന്ത് കുറവുള്ളവനാണേലും ആ കുറവുകളെയെല്ലാം ആ സ്നേഹനിധിയായ ദൈവം മാറ്റിയെടുക്കും. കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു. നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ ഓടിപ്പോകേണ്ട സമയമായിരിക്കുന്നു. തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തിരിയേണ്ട സമയമായി. ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങൾക്ക് സമർത്ഥമായിട്ടുണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയുടെ മേലും, നിങ്ങളുടെ മക്കളുടെ മേലും, അവരുടെ പരീക്ഷകളുടെ മേലും വിജയം തരുന്ന ദൈവമായി, സൗഖ്യം തരുന്ന അപ്പനായി കർത്താവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ.
ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.